കോതമംഗലത്ത് നിന്നും ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, അവിടെ ഹർത്താൽ പൂർണ്ണമാണോ? നഗരത്തിൽ കാണാനാവുന്ന എന്താണ് ദൃശ്യങ്ങൾ? അതായത് വാഹനങ്ങൾ ഓടുന്നുണ്ടോ, കടകൾ അടഞ്ഞു കിടക്കുന്നുണ്ടോ? മറ്റൊന്ന്, ഈ പ്രതിഷേധ സദസ് എപ്പോഴാണ്? മോത്തി, ശക്തമായ ജനരോക്ഷമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടമ്പുഴയിലും അതോടൊപ്പം തന്നെ കോതമംഗലത്തും ഒക്കെ ഇന്ന് ഹർത്താലാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ടാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ മാത്രം അകലെയാണ് ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉള്ളത്. ആ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാൽ പുറത്ത് കേൾക്കുന്ന ഒരു സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. അത്രമാത്രം അടുത്തൊരു വനപാലകരുണ്ടായിട്ട് പോലും ഈ അപകടം തടയാൻ കഴിഞ്ഞില്ല എന്നതാണ് നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധത്തിന് കാരണം. നമുക്കപ്പോൾ ഈ പ്രദേശവാസിയായ രാമൻ എന്ന ആളുണ്ട്. അദ്ദേഹം സ്ഥിരമായി കാട്ടിലൊക്കെ പോകുന്നയാളാണ്. ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇവിടുത്തെ ഒരു അവസ്ഥ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഭയങ്കരമായിട്ട് ആനശല്യമാണ്. ആനശല്യം കാരണം ഒരു രക്ഷയില്ല. ഇവിടുത്തെ ഞാൻ ദിവസം എൻ്റെ പറമ്പിൽ നിന്ന് ഇറങ്ങിപ്പോണ ഭാഗമാണ് ഞാൻ കാണുന്നത്. ഇതുണ്ടോ, എൻ്റെ പറമ്പിൽ നിന്നാണ് ഈ ആന ഇറങ്ങിപ്പോകുന്നത്. ആന എന്നെ ഓടിച്ചുകൊണ്ട് പോണതാണത്. ഒരുപാട് ആന വരുമോ? ഒരു സെറ്റ് തന്നെ 10-20 ആന വീതമാണ് വന്നത്. ഇതുണ്ടോ, എൻ്റെ പറമ്പിൽ നിന്ന് ഇറങ്ങിപ്പോണതാണ് ഈ കാണുന്ന ആന. ആനശല്യം കാരണം ഒരു രക്ഷയില്ലാതിരിക്കുകയാണ്. എന്നാസാണ് ഒരു ബൈക്ക് എന്ന് ഇടിച്ചിട്ട് ആ കാർന്നവർ ഓടിയിട്ട് ഞാനാണ് ഈ കാട്ടിൽ ചെന്നിട്ട് പുള്ളിക്കാരനെ ലാസ്റ്റ് പിടിച്ചോണ്ട് വന്നത്. വലിയ ആനക്കൂട്ടമാണോ? വലിയ ആനക്കൂട്ടമാണ് ഇവിടെ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഒരാളെ കൊന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ആദിവാസി യുവാവിനെ കൊല്ലുകയും ചെയ്തത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ്. ഭയങ്കര ശല്യമാണ് ഇവിടെ. ഈ തൊട്ടടുത്ത അമ്പലത്തിലൊക്കെ രാവിലെ ഞാൻ വിളക്കെത്തിക്കാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്. ഞാൻ പോണ വഴിക്കൊക്കെ ആനയെ രാവിലെ കാണാറുണ്ട്. ഞാൻ ഓടിയിട്ടുമുണ്ട് അവിടുന്ന് അമ്പലത്തിൽ വിളക്കെത്തിക്കാൻ പോകുമ്പോഴൊക്കെ, നാച്ചേരി അമ്പലത്തിൽ. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആനശല്യം എപ്പോഴാണ് ഇത് കൂടി വന്നത്? ആനശല്യം ഇപ്പോൾ കൂടിയിട്ട് ഒരു 4 വർഷം ആവണുള്ളൂ. നേരത്തെ ഒന്നും ആനയില്ലായിരുന്നു ഇവിടെ. ഞാനൊക്കെ രാവിലെ ഇവിടെ അമ്പലത്തിൽ പോയി കിടന്നപ്പോൾ ഇപ്പോഴൊന്നും അന്നൊന്നും ആനയില്ലായിരുന്നു. ഇപ്പോൾ ഒരു 4 വർഷമായിട്ടാണ് ആനശല്യം കൂടുതൽ. ഇന്ന് വീണ്ടും ആന വരാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് വരും. ആളെ കൊന്നതാണെങ്കിൽ 7 ദിവസം വരെ ആന ഇവിടെ വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. ആന അങ്ങനെയാണ് ചെയ്യണത്. 7 ദിവസം വരെ ഈ ആന കൊന്നെടുത്ത് ഈ പരിസരത്ത് കാണുക. ഈ ആന പോകില്ല. ഇന്ന് വൈകുന്നേരം ഇവിടെ വരുക. ഈ ആന ഇവിടെ തന്നെ കാണും. മുൻപ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ മുറ്റം വഴിയാണ് 3 ദിവസം അവനെ കൊന്നിട്ട് ആന കടന്നു പോയത്. അവനെ കുഴിച്ചിട്ടടുത്തേക്ക് 3 ദിവസം അടയ്ക്കടുത്ത് ചെന്നു. അടയ്ക്കടുത്ത് 3 ദിവസം എൻ്റെ വീടിൻ്റെ മുറ്റം വഴിയാണ് കടന്നു പോയത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ആ തോട്ട് വെച്ച് അവനെ കൊല്ലണത്. ഈ വനംവകുപ്പിന്റെ ഓഫീസ് ഇവിടെ തൊട്ടടുത്താണ് ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ. എന്നിട്ട് പോലും ഇതിൽ സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഒരു പരിധി വരെ ഉണ്ട് സംഭവം. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വണ്ടിയില്ല. വണ്ടിക്ക് ഡീസലില്ല. അപ്പോൾ അവരും കുറ്റം പറയാൻ പറ്റില്ല. അത് സർക്കാരിൻ്റെ വീഴ്ചയാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഈ സർക്കാരിൻ്റെ വീഴ്ചയാണത്. ഈ സർക്കാർ ഒരു വണ്ടി മേടിച്ച് കൊടുക്കുമോ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഡീസൽ വരെ അടിക്കാം. എന്നാ അവിടെ ആന ഒരാളെ ഓടിച്ചിട്ട് വിളിക്കാൻ നേരത്തെ വണ്ടിക്ക് ഡീസലില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കുറ്റം പറയേണ്ട കാര്യമില്ല. ഈ സർക്കാരിന് കുറ്റം പറയേണ്ട കാര്യമുള്ളൂ. ഇവിടെ ഈ ഡ്രഞ്ച് അടിക്കാനായിട്ടുള്ള നടപടികൾ ഇന്ന് തുടങ്ങുമെന്നൊക്കെ പറയുന്നത് സാധ്യതയുണ്ടോ? അത് സാധ്യതയില്ല. പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഉണ്ടാവില്ല. അത് ഇപ്പോഴത്തെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവർ പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ ഉണ്ടാവില്ല. അത് ഇവിടെയുള്ള പാർട്ടിയില്ല, ഇട്ടായിരുന്ന ഒരു സാധനം പോലും ഇവിടെ ഇല്ല. അവർക്കതിന് സമയമില്ല. അവർക്ക് വേറെ പണിയുണ്ട്. അവർ ശ്രദ്ധിക്കുകയില്ല. അവർ എന്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഇത്രയും ആനശല്യം ഈ സമീപകാലത്ത് കൂടി വരാനുള്ള ഒരു കാരണം? നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സാധനം കൂടുതലായിട്ട് പിടിച്ചേക്കുക. ഈ സാധനം കൂടുതൽ മനുഷ്യനേക്കാളും കൂടുതൽ ഉള്ള സ്ഥലം ആനയാണ് കൂടുതലും ഇവിടെ. ആനയും അണ്ണാനും കുരങ്ങുമാണ് കൂടുതലും. അത് എല്ലാ ഭയങ്കര ശല്യമാണ്. കൃഷിനാശം മൊത്തം നശിപ്പിക്കുന്ന ഈ ആനയും ഈ കുരങ്ങും അണ്ണാനും. അവർ മനുഷ്യൻ ചത്തു കഴിഞ്ഞാൽ എത്ര ഇതില്ല. ആനനെ കൊണ്ടുകഴിഞ്ഞാൽ അവനെ പിടിച്ച് അകത്തിടും. ഇതാണ് ഇവിടുത്തെ വലിയ ജനരോക്ഷത്തിന് കാരണം. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് ഈ മരണം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്നലെ ഏതാണ്ട് 6 മണിക്കൂറോളം നീണ്ടുനിന്ന വലിയ പ്രതിഷേധമായിരുന്നു ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ആ പ്രതിഷേധങ്ങൾക്കൊടുവിൽ